ഭാരം ചുമക്കുന്നു നൽകിടുന്നല്ലോ നവ നന്മകൾ. നാൾതോറും അങ്ങേന്റെ ഭാരം ചുമക്കുന്നു നൽകിടുന്നല്ലോ നവ നന്മകൾ. നാവിതു പോരായി വിവരിച്ചിടുവാൻ നന്ദിയാലെന്നുള്ളം നിറഞ്ഞിടുന്നേ. നാവിതു പോരായി വിവരിച്ചിടുവാൻ നന്ദിയാലെന്നുള്ളം നിറഞ്ഞിടുന്നേ. സ്തുതിക്കുമേ ഞാൻ സ്തുതിക്കുമെൻ യേശുവേ, നന്ദിയാലങ്ങേ നാമത്തെ സ്തുതിക്കും. നന്ദിയാലങ്ങേ നാമത്തെ അങ്ങേ നന്മയും പ്രീതിയും വാത്സല്യവും ഒത്തു പാടി പുകഴ്ത്തിയിടുന്നേ. അങ്ങേ നന്മയും പ്രീതിയും വാത്സല്യവും ഓർത്തു പുകഴ്ത്തിയിടുന്നേ. കവിഞ്ഞൊഴുകും യോർദാൻ സമമായി ശോധനകൾ മാർഗെ കൂടിയെന്നാലും ആയി ശോധനകൾ മാർഗെ കൂടിയെന്നാലും ആഴീനാഴത്തെ വഴിയാക്കിയ നാഥ പുതുവഴി എനിക്കങ്ങു തുറക്കുന്നല്ലോ. ആഴീനാഴത്തെ വഴിയാക്കിയ നാഥ പുതുവഴി എനിക്കങ്ങു തുറക്കുന്നല്ലോ. സ്തുതിക്കുമേ ഞാൻ സ്തുതിക്കുമെൻ യേശുവേ, നന്ദിയാലങ്ങേ നാമത്തെ സ്തുതിക്കും. നന്ദിയാലങ്ങേ നാമത്തെ അങ്ങേ നന്മയും പ്രീതിയും വാത്സല്യവും ഓർത്തു പാടി പുകഴ്ത്തിയിടുന്നേ. അങ്ങേ നന്മയും പ്രീതിയും വാത്സല്യവും ഓർത്തു പാടി പുകഴ്ത്തിയിടുന്നേ. Praise the Lord. Hallelujah. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ആഴ്ചയുടെ ഒന്നാം ദിവസം താങ്ക്യൂ ദൈവവചനമായിട്ട് നിൽപ്പാൻ ദൈവത്തിന്റെ ജീവിതത്തിൽ നൽകിയ സാവാസ്യത്തിനായ സ്തോത്രം ചെയ്യുന്നു. സംഭവം കുറഞ്ഞായ ഒരാഴ്ചക്കാലം നമ്മളെ വിട്ട് കടന്നുപോയി. സർവശക്തനായ ദൈവത്തിൻ്റെ സൂക്ഷ്മ പരിപാലനം നമ്മോട് ഉണ്ടായിരുന്നു. അത്ഭുതവും വിസ്മയം ദൈവം നമ്മൾ ഓരോരുത്തരെയും പരിപാലിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ശരീരമായ അസ്വസ്ഥയിൽ കൂടെയൊക്കെയും പലരും കടന്നുപോയി. എങ്കിലും ദൈവത്തിൻ്റെ അത്ഭുതകരം കാണുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്ന അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതനായവരുടെ മുകളിൽ രക്ഷിച്ചു പോയതുമില്ല. എനിക്കില്ലോ അങ്ങയുടെ വചനത്തിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മളെ വിടുവിച്ചു, സൗഖ്യമാക്കി. പലവിധമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ വേറൊരു ലെവലിലേക്കൊക്കെ പോകാമായിരുന്നു. എങ്കിലും സർവശക്തനായ ദൈവം നമ്മളെ വിടുവിച്ചല്ലോ, നമ്മളെ സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ സൂക്ഷിപ്പല്ലേ. ശരീരമായി നല്ല ക്ഷീണമുണ്ട്. എവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കൊന്നും ഉറക്കം റെക്കോർഡ് ചെയ്യുന്നൊന്നില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മീൻസ് ഉറങ്ങി പോകുന്നുണ്ടായിരുന്നു. കാര്യം ലേറ്റായിട്ട് കിടന്നു. വെളുപ്പിനെ വീണ്ടും 4 മണിയാകുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേറ്റു. പിന്നെ ഒന്ന് കുളിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ അങ്ങ് പോരുമായിരുന്നു. യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു ദൈവത്തിൻ്റെ ഉപയാൽ. നേരത്തെ തന്നെ പിള്ളേർ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ആയതുകൊണ്ട് അങ്ങ് പോയെന്ന് മാത്രമേ ഉള്ളൂ. പോകാനായിട്ട് എനിക്കത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങ് പോയി. പിന്നെ എല്ലാത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ. താങ്ക്യൂ. നമ്മൾ ആദ്യമേ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുവാണ്. നമ്മൾ ജോസഫ് പാഷ ആദ്യമേ പറഞ്ഞു, എഫെസോസ് എന്ന ആ പട്ടണത്തെ, അല്ലെങ്കിൽ ഇന്നത്തെ ടർക്കി ഓർത്ത്, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ തുർക്കി, ആ പട്ടണത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യമാണ്. ജോസഫ് പാഷ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് ആ തുർക്കി എയർലൈൻസ് ആണല്ലോ പോയത്. ഇന്ന് പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ ആ ലാൻഡിൽ നിങ്ങൾ കാലുകുത്തുമ്പോൾ അവിടെ പ്രാർത്ഥിക്കണം. നമുക്കിപ്പം അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നു. അവിടെ സെൻറ്റ് പോൾ എത്രയോ വർഷങ്ങൾ അവിടെ തൻ്റെ ദൈവനാമത്തിന് വേണ്ടി തൻ്റെ ജീവിതം
ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ആ ഇടയായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ആ രാജ്യത്തിൻ്റെ അവസ്ഥകളൊക്കെ നമുക്കറിയാമല്ലോ. അവിടെ ക്രിസ്ത്യാനികൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ദൈവമക്കൾക്കോ യാതൊരു വോയിസും ഇല്ലാതെ വളരെ കഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കും, അത് മാത്രമല്ല അവിടെ വേറൊരു ലെവലിലേക്ക് മാറി. എന്നാൽ നമ്മൾ അത് ഓർത്ത് കേട്ടും അല്ലെ കണ്ടുകൊണ്ടും നമ്മൾ കരയാനായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എങ്കിൽ നമ്മൾ ആദ്യമേ കേട്ടതുപോലെ നമ്മൾ അധികാരത്തോടുകൂടെ, അല്ലെങ്കിൽ സെൻറ്റ് പോൾ എന്ത് ചെയ്തു? അവിടെ അധികാരത്തോടുകൂടെ ആ ശക്തിക്കെതിരായിട്ട്, ആ ദുഷ്ടശക്തിക്കെതിരായിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നമുക്കും ദൈവം തന്നിരിക്കുന്ന അധികാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മൾക്ക് വേണ്ടി വിശ്വസ്തനാണ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ മറ്റുള്ള വിഷയങ്ങളുടെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ തീർച്ചയായിട്ടും ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവം നമ്മുടെ ആവശ്യത്തിൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ കരം നീട്ടുക തന്നെ ചെയ്യും. എങ്കിലോ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ വിശ്വസ്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പക്ഷെ നടക്കുന്ന നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, പലപ്പോഴും എന്താ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവത്തെ ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയുന്ന വളരെ ചുരുക്കം ആൾക്കാർ. മറ്റുള്ളവരെ ഇങ്ങനെ എന്താ പറഞ്ഞ, പണ്ട് പോൾ ഗോപാലകൃഷ്ണൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയൊരു ജാഥ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഈ ഒരു വലിയ അമ്മച്ചി ഇങ്ങനെ ജാഥയുടെ പുറകിൽ നിന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മച്ചി പറയുന്നൊന്നും മറ്റുള്ളവർ പറയുന്നൊന്നും ആൾക്കാർ മുന്നേ നിൽക്കുന്ന ആള് പറയുന്നത് വേണമല്ലോ ഈ പുറകെ നിൽക്കുന്ന ആൾക്കാർ ഏറ്റു പറയാനായിട്ട്. അപ്പൊ അമ്മച്ചി ഇതൊന്നും കേൾക്കുന്നൊന്നുമില്ല. അമ്മച്ചി പറഞ്ഞ എന്നാ ഉന്തോ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പം ആ ലാംഗ്വേജൊക്കെ നമുക്കറിയത്തില്ല കേട്ടോ. അപ്പം എന്താ പറഞ്ഞേ, ആ ഒരു രീതിയിൽ പലരും ആ ഒരു രീതിയിൽ നമ്മളിവിടെ ആയിരിക്കുന്നവരെ താങ്ക്യൂ നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഗ്രഹിപ്പിക്കുമ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം തീർച്ചയായിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് കാര്യം? ഞങ്ങൾ ഒക്ലോമയിൽ നിന്നൊക്കെ കടന്നു വന്നതിന് ശേഷം വീട്ടിൽ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ അതല്ല, മറിച്ച് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, നമ്മുടെ ദൈവമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ്. അപ്പം നമ്മളിവിടെ കടന്നു വന്നേക്കുന്നത് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം ആ കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് നമുക്ക് ലഭിച്ചേ മതിയാവും. വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. നമ്മുടെ ദൈവത്തോട് നമ്മൾ അടുക്കുന്നെങ്കിൽ, ദൈവവചനത്തോട് നമ്മൾ അടുക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനം ജീവനുള്ള വചനമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ ആദ്യമേ ഇവിടെ കേട്ടു. കാറ്റിനോട് സംസാരിക്കാൻ പറ്റുമോ? കാറ്റിനോട് മറ്റുള്ള മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വല്ലതും മനസ്സിലാവുമോ? അന്നേരം തന്നെ നമുക്ക് വേണമെന്ന് 2 ടാവലൊക്കെ തറന്ന് അവനെ ഇച്ചിരി നേരം മയക്കി കിടത്താൻ പറയും. താങ്ക് ലോർഡ് എന്ന് നമുക്കറിയാം. താങ്ക് ലോർഡ്. ദൈവവചനത്തിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്നു, നമ്മൾക്ക് മക്കൾക്ക് ദൈവം അധികാരമൊക്കെ തന്നിരിക്കുന്നു. ലോകത്തുള്ള സകലതിനോടും കൽപ്പിക്കാനായിട്ട് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ആരുടെ നാമത്തിൽ? യേശുവിന്റെ നാമത്തിൽ നമ്മൾ കൽപ്പിക്കുമ്പോൾ സകല നാമത്തിലും മേലായ നാമം. താങ്ക് യു ലോർഡ്. അബവ് ഓൾ നെയിം. അതിനപ്പുറത്തൊരു പേരില്ല, അതിനപ്പുറത്തൊരു ഉന്നതനില്ല. അത് നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിന് മനസ്സിലാക്കണം. അത്യുന്നതനാണ് നമ്മുടെ ദൈവം, സർവശക്തനാണ് എൻ്റെ ദൈവം. ഞാൻ പണ്ട് ജോസഫ് പാസ്റ്റർ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു, എന്താ പറഞ്ഞേ, ഈ പണ്ട് ഈ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല, ഈ ആ കെട്ടെ, ഈ കെട്ടെ, അവിടെ കെട്ടെ, മുസ്ലിം കെട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർക്ക് ഇച്ചിരി ഒരു ഷിവറിങ്ങാണ്. മനസ്സിലായില്ലേ? ഷിവറിങ്. അതൊരു വലിയ എന്താ പറഞ്ഞ ആഭിചാരം. അങ്ങനെ ഒരു അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് അതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഹിന്ദുക്കൾ അല്ലെ ഇന്നതാണ്
എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പേടിക്കുക. അല്ലോ, പിന്നെ എങ്ങനെയാ നമ്മുടെ ദൈവത്തിൻ്റെ സ്ഥാനം? നമ്മുടെ ദൈവത്തെ അതിൻ്റെ താഴെ കൊണ്ട് കെട്ടിയിരിക്കുവാണോ? നമ്മൾ മനസ്സിലാക്കണം, our God is above. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഏത് കെട്ടിനെയും തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി. ആ ദൈവത്തിന്റെ വചനം എനിക്കൊക്കെ ആ ഒരു പോയിന്റൊക്കെ ഞാൻ വീണ്ടും എടുത്ത് പറയുക. അവങ്കിലേക്ക് ഞാനതെങ്ങനെയാ പറഞ്ഞേക്കുന്നത്? ഓർക്കുന്നു, മറന്നു പോരുന്നത്. അപ്പം ഈ അടുത്ത ദിവസവും എനിക്ക് ആരോടോ ഞാനിപ്പം പറഞ്ഞ ഒരു കാര്യമാണ്. ലൈറ്റ് ഇവിടെ ഇടുന്നതിന് മുമ്പ് എന്തുണ്ട്? അവിടെ ഇരുട്ടുണ്ട്. അവങ്കിലേക്ക് നോക്കിയവ. അപ്പൊ അതിനു മുമ്പ് അവിടെ എന്താ ഉള്ളത്? ഓക്കെ, ഇരുട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുണ്ട്, അന്ധകാരമുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ഓക്കെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അപ്പം പ്രകാശം വരുമ്പോൾ വേണം ഈ ഇരുട്ട് നീങ്ങാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ ഞാനിവിടെ അല്ല പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാളത്തേക്കുള്ള കാര്യങ്ങൾ വി ഡോണ്ട് നോ. അവിടെ ഇരുട്ട് കയറി കിടക്കുക. ഓക്കെ, ഇരുട്ട് കയറി കിടക്കുക. എന്താകും, എങ്ങനെയാകും? അവിടെ ഒരു ബ്ലൈൻഡ് സ്പോട്ടാ. ഓക്കെ, അവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല നാളെ എന്താവും, അല്ലെങ്കിൽ ഏത് രീതിയിലാവും. നമ്മളൊക്കെ സാധാരണ രീതിയിൽ നമ്മളെ പലപ്പോഴും പല വിഷയങ്ങളുടെ മുഖത്തൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. നാളെ എന്താവും, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര നാൾ ജോലി ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മോർഗേജ് എങ്ങനെ കൊടുക്കും, എൻ്റെ വീട് എനിക്ക് മൊത്തം പേ ചെയ്യാനായിട്ട് ഒക്കുമോ, ഈ വീട് എനിക്ക് ഫുള്ളായിട്ട് എനിക്ക് പേ ചെയ്ത് എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ പേര് കിട്ടുമോ, എനിക്ക് ഇത്രയും പ്രായമൊക്കെ ആയി, ഇനിയിപ്പോൾ എത്ര നാൾ എനിക്ക് ജോലി ചെയ്യാനൊക്കും. ഓക്കെ, സോ മെനി ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ വരുമ്പോഴത്തേക്ക് ദൈവവചനം എന്താ പറഞ്ഞിരിക്കുന്നത്? അവങ്കിലേക്ക് നമ്മൾ നോക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ അറിയാൻ മേലാത്ത നമുക്ക് കാഴ്ചയില്ലാത്ത ബ്ലൈൻഡായിട്ട് കിടക്കുന്ന ആ പോർഷനിലേക്ക്, നമ്മൾ ഇരുട്ടായിട്ട് കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ പ്രകാശം നമ്മൾ കടത്തിവിടണം. നമ്മുടെ വിശ്വാസമാകുന്ന പ്രകാശം, ദൈവത്തിൻ്റെ ശക്തി നമ്മൾ അവിടേക്ക് കടത്തി വിട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇരുണ്ട് കിടക്കുന്നതായ ആ സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ പ്രകാശം വന്നിട്ട് അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി. നിന്റെ പ്രശ്നത്തിന് പരിഹാരം അവിടെ ഉണ്ടാകും. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നമ്മൾ അവിടെ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിൽ നമുക്ക് ജസ്റ്റ് നോക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ വിശ്വാസം. താങ്ക് യു ലോർഡ്. നമ്മുടെ വിശ്വാസത്തിലാണ് സകലതും നടക്കുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ രണ്ട് വാക്യോടെ നമ്മളൊന്ന് ഓർത്തിരുന്നോണം കേട്ടോ. ഇതൊക്കെ എപ്പോഴും ദൈവവചനം നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള വേർഡുകൾ നമ്മൾ എപ്പോഴും ബൈഹാർട്ടാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ടുകളും ശത്രു കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ദൈവവചനം എടുത്ത് നമ്മൾ ക്ലെയിം ചെയ്യണം. ദൈവവചനം എടുത്ത് നമ്മൾ പറയണം, ഓ ഇല്ല, എൻ്റെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രമാണമില്ല. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി. പ്രകാശം വരുവാൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് എവിടെയുണ്ടോ അവിടേക്കെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിന്നിട്ട് നമ്മൾ പരിഭ്രമിക്കുന്നവരായിട്ടാണോ തീരേണ്ടത്? നമ്മൾ ഭയപ്പെടുന്നവരായിട്ടാണോ തീരേണ്ടത്? നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ദൈവത്തെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമ്മൾ ഉടനീളം നമ്മൾ ദൈവവചനത്തിൽ കൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എവിടെയും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം വിശ്വാസം. നമ്മൾ വിശ്വസിക്കുക. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, താങ്ക് യു ലോർഡ്, അതിൻ്റെ എല്ലാ മധ്യത്തിലും ഒരു ദൈവവചനം ദൈവം ആഗ്രഹിക്കുന്നത് നീ വിശ്വസിക്കുക. പത്രോസിനോട് യേശു പറഞ്ഞത്, നീ ഇവരിൽ അധികമായിട്ട്
എന്നെ സ്നേഹിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നീ എന്നെ വിശ്വസിക്കുന്നുവോ? നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാ, നീ ഇവരിലധികമായിട്ട് നീ എന്നെ വിശ്വസിക്കുന്നോ? നിന്റെ സാഹചര്യത്തിൻ്റെ മുഖത്ത് നീ എന്നെ വിശ്വസിക്കുന്നോ? നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് പൂർണ്ണമായിരിക്കണം. അവിടെ ആര് എന്ത് പറഞ്ഞാലും, ഏത് സാഹചര്യം നമുക്കെതിരായിട്ട് നിന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ആദ്യമേ കേട്ടതുപോലെ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനം എങ്ങനെ പറഞ്ഞിരിക്കുന്നു? ഓ മോശയും അല്ലെങ്കിൽ മാറായി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ദൈവം ഒരു വൃക്ഷം അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടെന്നേ. താങ്ക് യു ലോർഡ്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മുടെ ദൈവത്തിന്റെ പക്കൽ ഉണ്ടെന്നേ. താങ്ക് യു ലോർഡ്. ജനങ്ങൾ പറയും, മറ്റുള്ളവർ പറയും, എവിടെ, എന്ത്, എങ്ങനെ നടക്കും? ഈ വെള്ളം ഇനി കിട്ടാൻ പോകുന്നില്ല, ഈ മരുഭൂമിയാണ്, ഇനി മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, ജനങ്ങൾ ഇപ്പോൾ തന്നെ ടയർഡായി. ഇല്ലെന്നേ, നിന്റെ ദൈവം നിനക്ക് വേണ്ടി അവിടെ ഒരു വൃക്ഷം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവങ്കിലേക്ക് നീ ഒന്ന് നോക്കണം. താങ്ക് യു ലോർഡ്. മോശ ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കി, അല്ലേ? ഹല്ലേലൂയ. അവൻ വിശ്വാസത്തോടു കൂടി ഒന്ന് പറഞ്ഞു. താങ്ക് യു ലോർഡ്. അവൻ എന്താ പറയാനായിട്ടുള്ളത്? മോശയ്ക്ക് എന്താ പറയാനായിട്ടുള്ളത്? ദൈവമേ, മോശയോട് ദൈവ വചനം പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾ കനാൻ ദേശം അവകാശമാക്കും. താങ്ക് യു ലോർഡ്. ആ ദൈവത്തിന്റെ പ്രോമിസാണ് നമ്മൾ എപ്പോഴും പിടിക്കേണ്ടത്. നമ്മളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കണം. ഞാൻ ആക്ച്വലി പ്രത്യേകിച്ച് ഞാൻ ഒന്നും വായിക്കാനായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ നമുക്കൊരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. എനിക്ക് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 35-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. നമുക്കതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇസ്രായേൽ മക്കൾ യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്ന് വരുന്നതായ ഒരു സംഭവമാണ്, ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. അപ്പം ലാബാന്റെ വീട്ടിൽ എന്തുണ്ടായിരുന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് നമുക്കറിയാം. റാഹേലിന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ദൈവവചനത്തിൽ കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാം. ലാബാന്റെ ആ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? ലാബാന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? ലാബാൻ അന്യദേവന്മാരെ, ഓക്കെ, അന്യദേവന്മാരെ മീൻസ് ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി നമസ്കരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഈ ലാബാന് ഒക്കെ വരുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ യാക്കോബ് അവിടെ ചെന്ന് പെടുക. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതായ ഒരു വീട്ടിൽ ചെന്ന് യാക്കോബ് ചെന്ന് പെടുന്നു. അവിടുന്ന് ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന അപ്പൻ്റെ 2 മക്കളെ ഈ യാക്കോബ് വിവാഹം കഴിക്കുന്നു. അവരിൽ നിന്ന് സന്താനമൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ യാക്കോബ് അവിടെ ഇത് നമ്മൾ കമ്പയർ ചെയ്യണം കേട്ടോ. നമ്മുടെ ലൈഫുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, യാക്കോബ് ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോവുക. ഒരിടത്ത് ബിംബത്തെ ആരാധിക്കുന്നതായ കുടുംബം, മറിച്ച് യാക്കോബിന് സാധിക്കുമോ? യാക്കോബിന് ഒരിക്കലും അപ്രകാരം അവൻ്റെ ഭാര്യമാരോ അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ അമ്മായിപ്പനോ ഒന്നും ആരാധിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് യാക്കോബിന് ഒരിക്കലും പോകാനൊക്കത്തില്ല. അവിടെ യാക്കോബിന് പറയാനായിട്ട് പരിമിതികളുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും പരിമിതികളുണ്ട്. ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടായിക്കോട്ടെ, മറ്റുള്ളവരുടെ ആയിക്കോട്ടെ, നമുക്ക് പറയുവാനായിട്ട് ഒരു പരിമിതികളുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ യാക്കോബ് എങ്ങനെ നിന്നു എന്നുള്ള കാര്യം ഇവിടെ ദൈവവചനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. യാക്കോബ്
ഈ യാക്കോബ് വളരെ സ്നേഹിച്ചതായ തൻ്റെ ഭാര്യ റാഹേല് അവളെന്ത് ചെയ്തു? അവളുടെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ഒരു വിഗ്രഹം കൂടെ എടുത്തുകൊണ്ട് പോന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കണം. അവരതിനെ ആരാധിക്കുകയും അതിനെ വണങ്ങുകയും ഒക്കെ ചെയ്യുന്നതായ ഒരു ഗ്രൂപ്പായിരുന്നു. അവള് ഈ യാക്കോബിൻ്റെ കൂട്ടത്തിൽ ഇത്ര നാളും ജീവിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള മാറ്റവും വല്ലതും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ അതിൻ്റെ മധ്യത്തിലാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. യാക്കോബ് വിശ്വസ്തനായിട്ട് അവിടെ നിൽക്കുക. അതിൻ്റെ ഒരു തെളിവോട് നമ്മളിപ്പം ജോസഫ് പാസ്റ്റർ പറഞ്ഞു. ആ യാക്കോബിൻ്റെ ആ അവസ്ഥയിൽ കടന്നു പോകുന്ന അവസരത്തിലും യാക്കോബ് ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ഒരു പോയിന്റ്, ലാബാനിൽ നിന്ന് വളരെ പീഡ അനുഭവിക്കുന്ന സമയത്തും യാക്കോബ് ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു യാക്കോബിന്. അതുകൊണ്ട് അവന് വേണം, പുള്ളിയും വരെയുള്ള ആടിനെയൊക്കെ അവന് വേണം. ഓക്കെ, യാക്കോബ് ആരോടാ? ഈ വിഗ്രഹത്തോടാണ് പറഞ്ഞത്. യാക്കോബിന് ദൈവം ആലോചന കൊടുത്തു. വിഗ്രഹങ്ങളുടെ നടുവിലായിരുന്നിട്ടും ഭാര്യമാരോ മറ്റുള്ളവരോ ഒക്കെ അതിൻ്റെ മധ്യത്തിൽ യാക്കോബിനെ കാണുന്ന ഒരു ദൈവം. താങ്ക് യു ലോർഡ്. അതുകൊണ്ട് നമ്മൾ എവിടെയായിരുന്നാലും ഡസന്റ് മാറ്റർ. നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഇടങ്ങളിലോ എവിടെയാണെങ്കിലും ഒരു ദൈവ പൈതൽ നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും പിടിച്ചോണം. നമ്മൾക്ക് എന്ത് വേണോ അത് നമ്മുടെ നാവിന്മേൽ ദൈവം തന്നിരിക്കുക. യാക്കോബ് എന്ത് ചെയ്തു? ജസ്റ്റ് ഇമാജിൻ. ആ ഒരു ഭാവമൊക്കെ എനിക്ക് റീസെൻ്റ്ലി ഒക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കി തന്നത്. യാക്കോബിന് വേണ്ടിയത്, യാക്കോബിന് എന്ത് വേണോ യാക്കോബ് അവിടെ ഒന്ന് വരയ്ക്കുക കേട്ടോ. ആ മരത്തിൻ്റെ തോൽ, അന്ന് അവിടെ പേപ്പറൊന്നും ഇല്ല, മരത്തിൻ്റെ തോൽ. ഇന്ന് നമുക്ക് വളരെ ഈസിയാന്നേ. നിനക്ക് വേണ്ടിയതൊക്കെ നീ ഒന്ന് എഴുത്, നീ ഒന്ന് എഴുതിയിട്ട് നീ പറ, താങ്ക് യു ലോർഡ്, ഇതെനിക്ക് വേണം, ഇതുപോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് അവിടെ സംസാരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കുന്നത്. വെറുതെ മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ഇവിടെ യാക്കോബ് എന്ത് ചെയ്തു? അവൻ തോലുരിച്ച്, ചില ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാ, നമ്മളെപ്പോലെ അത്ര ഈസിയൊന്നും അല്ല അന്നത്തെ കാലത്ത്. അവൻ മരത്തിന്റെ തോൽ ഉരിക്കുക. അപ്പം വല്ലവരൊക്കെ കണ്ടാലോ, അല്ലെ അവൻ്റെ ഭാര്യമാരോ അവൻ്റെ മക്കളോ ഒക്കെ കണ്ടാലോ, പണ്ട് ആശാരിപദേശി ഒരു കാര്യം, മകൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അപ്പം ആശാരിപദേശിയുടെ അവിടെ അന്ന് വളരെ ഞെരുക്കത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന അവസരത്ത് ഈ അദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന പല വീടുകളിൽ ചെന്നൊക്കെ ഇങ്ങനെ ആഹാരമൊക്കെ അരിയൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെ കഞ്ഞി വെക്കാനായിട്ട്. അപ്പം പല ദിവസങ്ങളിലായിട്ട് കഞ്ഞിയില്ല, മീൻസ് പിള്ളേർക്ക് ആഹാരമില്ല. അപ്പം ചോറ് വെക്കുമ്പോൾ തന്നെ പല കളറുള്ള അരിയാണ്, ചാക്കരി, കുത്തരി, ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള അരി. ആരെങ്കിലും ഓരോ ഞുള്ളു കൊടുക്കുന്ന ഓരോ അരി കൊണ്ടൊക്കെയാണ് അവരിന്ന് കഞ്ഞി പിടിച്ച് കൊണ്ടുപോകുക. ഒരു ദിവസം ആശാരിപദേശി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 3 ദിവസമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ല. ആഹാരമില്ലാതിരിക്കുന്ന സമയത്ത് അന്ന് ആരോ ഖത്തറിൽ നിന്ന് വരുന്നു. അപ്പം ഖത്തറിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഈ പിള്ളേരും പച്ചമാങ്ങ കഴിച്ചുകൊണ്ടാണ് പോകുന്നത് 3 ദിവസമായിട്ട്. അപ്പം പറഞ്ഞു, ഇന്ന് ആരോ ഒരാൾ ഖത്തറിൽ നിന്ന് വരുന്നുണ്ട്, അപ്പം അന്ന് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ ആഹാരം കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ ഇന്ന് വരുമ്പോഴത്തെ ചോറ് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി ആ പിള്ളേർ പോയി. തിരിച്ചു വന്നു. അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയത്തില്ല. അപ്പം തിരിച്ചു വന്നു. എങ്ങനെയാണെങ്കിലും അന്ന് അവിടെ അവർ പൈസ കൊടുക്കുകയോ എങ്ങനെയോ ആഹാരവും ചോറും കറിയൊക്കെ അവർ റെഡിയാക്കി വെച്ചതിന് ശേഷം ഈ അന്നേരം ഏതാ ഒരു 3 പേര് സുവിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് ആ ദേശത്തേക്കെല്ലാം നടന്നതിന് ശേഷം അവരും പട്ടിണിയായി
ഒരാൾ കുഴഞ്ഞു വീണു. കുഴഞ്ഞു വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റൊരു 2 പേരും ഈ കുഴഞ്ഞു വീണയാളിനെ തോളിൽ കയറ്റിയിട്ട് പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആശാരിയുടെ ഉപദേശിച്ചിട്ട് അവിടെ വരെ പോകാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കുടിക്കാനോ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള ഉപദേശത്തിൽ അവൻ ആ വ്യക്തിയെ താങ്ങിക്കൊണ്ട് ഈ വീട്ടിൽ വന്നു. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ചോറേ ഉള്ളൂ. ഈ പിള്ളേർക്കുള്ള ചോറും കറിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ആശാര്യോപദേശി ഭാര്യയോട് പറഞ്ഞു, നീ ഇവർക്ക് ചോറ് കൊടുക്കാൻ പറഞ്ഞു. ഭാര്യ മനസ്സില്ലാ മനസ്സോടുകൂടെ ചോറും വിളമ്പി കൊടുത്തു. പാത്രം കഴുകി, ഒന്നുമില്ല, എംറ്റി. അങ്ങനെ ഇരിക്കെ ചെയ്ത് പിള്ളേർ വന്ന് കരഞ്ഞു. അപ്പം ഭാര്യ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. മറ്റൊരു കഴിച്ചിട്ട് അങ്ങ് പോയി. അപ്പം ഈ മനുഷ്യന് ഇത് ഏതാണ്ടൊക്കെ ഈ സ്ത്രീ ഏതാണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ വെളിയിലോട്ട് ഇറങ്ങി ഇങ്ങനെ മുകളിലോട്ട് നോക്കി. അവിടെ തെങ്ങോമറ്റ് നിൽപ്പുണ്ട്. തെങ്ങിലോട്ട് നോക്കി ഏതാണ്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ ഭാര്യ പറഞ്ഞു, അപ്പം ഇതുമായി എന്ത് വട്ടായി. മുകളിലോട്ട് നോക്കിക്കൊണ്ട് ഏതാണ്ടൊക്കെ പറയുക. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, നീ പോയി ചോറ് വിളമ്പി കൊടുക്കാൻ പറഞ്ഞു പിള്ളേർക്ക്. അപ്പം ഭാര്യ കൺഫേം ആക്കിയേക്ക് വട്ടാന്നുള്ള കാര്യം. പിന്നെ ഇള് കിടന്ന് ഒച്ച വെച്ചു, നീ പോയി ചോറ് വിളമ്പി കൊടുക്കാൻ. എന്നിട്ട് ഭാര്യ തിരിച്ച് അടുക്കളയ്ക്കകത്ത് കയറി നോക്കി കഴിയുമ്പോഴത്തേക്ക് പാത്രത്തിനകത്ത് നിറച്ചും ചോറും കറി ഇരിക്കുന്നു. എങ്കിലോ ഇപ്പം ചില സമയങ്ങളിലൊക്കെ ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. എങ്കിലോ അപ്പം ചില സമയങ്ങളിൽ ദൈവം ആ രീതിയിലൊക്കെ നടത്തും. ദൈവത്തിൻ്റെ പ്രവർത്തികൾ അതേ രീതിയിലൊക്കെ ദൈവം നടത്തും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അദ്ദേഹം ആർക്കാ കൊടുത്തത്? ആ ദൈവത്തിൻ്റെ അഭിഷേകത്തിനെ ദൈവം കടക്കാരനാക്കിയോ? എപ്രകാരം അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ നടന്നു കാര്യം എന്താ പറഞ്ഞേ, അത്രമാത്രം ദൈവം മാനിച്ചു. ഇന്നും ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പെന്തക്കോസ്തുകാരുടെ ഇടയിലൊക്കെ നല്ലൊരു എന്താ പറഞ്ഞ ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. ചില ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാലും, പക്ഷെ എന്നുണ്ടെങ്കിൽ ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം ചിലർക്കൊക്കെ തോന്നും ഇത് പാഴാണ്, അല്ലെന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ബുദ്ധിഹീനതയാണ്, അല്ലെങ്കിൽ ഇവനെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ചിലർക്കൊക്കെ തോന്നും. പക്ഷെ എന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ദൈവം അറിയുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല. ഇവിടെ യാക്കോബ് എന്ത് ചെയ്യുക? യാക്കോബ് ഇതുപോലെ തന്നെ ചെയ്യുവാന്നേ. സെയിം ഒന്ന് ഡിസൈൻ ചെയ്യുക. ഇവിടെ ആരുടെ നടുവിലാണ് നിൽക്കുന്നത്? ഇവിടെ നിൽക്കുന്നത് അവിശ്വാസികളുടെ നടുവിൽ നിൽക്കുക. അവൻ്റെ ഭാര്യയില്ല, അവൻ്റെ മക്കളില്ല. ഇപ്രകാരമുള്ളതായ ഒരു കുടുംബത്തിൽ യാക്കോബ് ജീവിക്കുമ്പോഴും ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും യാക്കോബ് തൻ്റെ ദൈവത്തെ മാത്രം നോക്കുക. ആ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. യാക്കോബ് ഒന്ന് ജസ്റ്റ് ഇമാജിൻ, അന്ന് യാക്കോബിന് കിട്ടിയ ആ വിശ്വാസം, ഞാൻ ഇന്ന രീതിയിൽ ചെയ്താൽ അതുപോലെ സംഭവിക്കുമെന്ന് യാക്കോബിനോട് നേരത്തെ പാസ്റ്റർ പറഞ്ഞു. നമ്മോട് ആരെങ്കിലും പലരും ചോദിക്കാറുണ്ട്, യേശു അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? എത്ര നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവന്മാരോടൊക്കെ എൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ചോദിക്കണം, യാക്കോബിനെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? ദൈവം ഇതെല്ലാം ചെയ്ത് കാണിച്ചിട്ടാണോ യാക്കോബ് അങ്ങനെ ചെയ്തത്? നിന്റെ വിശ്വാസവാ, നമ്മുടെ വിശ്വാസവാ. നമ്മുടെ വിശ്വാസത്തിൽ കൂടിയാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുക. ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നേ, ഞാൻ വിശ്വസിച്ചാൽ നടക്കും. ഏതു ആയിക്കോട്ടെ. അങ്ങനെ യാക്കോബും അങ്ങനെ ജസ്റ്റ് ഒരു മരത്തിൻ്റെ തോലെടുത്ത് ഔത്തേൽ ഡിസൈൻ ചെയ്ത് അങ്ങനെ ഈ യാക്കോബിന് എന്ത് ലഭിച്ചു? വലിയ
യാക്കോബ് അപ്രകാരം ഒരു വലിയ സമ്പന്നനായി തീർന്നു. ശരിയല്ലേ? അങ്ങനെയല്ലേ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്? യാക്കോബ് വലിയ സമ്പന്നനായി തീർന്നു. നോക്കണം, ആദ്യമേ ചെയ്തത് എന്താണ്? മരത്തിന്റെ തോലിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വട്ടുകേസ്. ഇപ്പുറത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് തന്നെ പറയുവാ, ഇവൻ ഭയങ്കര സമ്പന്നനായിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് നീ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ബോധമായിട്ടുള്ളതൊക്കെ നീ ചെയ്യുക. പക്ഷെന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്നത് എന്താണെന്നുള്ള കാര്യം നിന്റെ ദൈവത്തിന് അറിയാം. നീ വിശ്വാസത്തോടുകൂടെ നീ ചെയ്യുന്നോ? വിശ്വാസത്തോടുകൂടെ നീ കൽപ്പിക്കുന്നോ? ദൈവം നിന്റെ പ്രവൃത്തിയുടെ മുമ്പിൽ, നിന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ അത്ഭുതകരം കാണുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, ചെയ്യുക. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ചിന്തകൾ മാറരുത്. ഡൗട്ടൊന്നും വേണ്ട. ഈ മരത്തെ ഞാൻ വരച്ചാൽ വല്ലതും ഉണ്ടാകുമോ? അല്ലെ ഈ മരത്തിന്റെ തോൽ ഉരിച്ചാൽ വല്ലതും ഉണ്ടാകുമോ? ഇല്ലെന്ന് നടക്കും. ഞാൻ പറഞ്ഞ നടക്കും. എന്തും ആയിക്കോട്ടെ. എങ്കിലോ ലോകത്തിൽ അന്ന് വരെ ഈ ലാബാന വല്ലതും ഒന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ലാബാന വല്ലതും അല്ലെങ്കിൽ വല്ലവരും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പറയും, അയ്യോ നീ എന്തെടുക്കും അവിടെ? ഞാൻ പൊന്നമരത്തിന്റെ തൊലി ഒരു ചവത്തിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യുക. അയ്യോ എന്താ ചെയ്യുക? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ നമ്മളെ മാനുഷികമായ രീതിയിൽ ചോദിക്കാം. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മളും അപ്രകാരം അല്ലെന്നുണ്ടെങ്കിൽ, നീ എന്താടി അങ്ങനെയൊക്കെ വരയ്ക്കും എടുക്കുകയൊക്കെ ചെയ്യുന്നത്? നീ എന്താടി അങ്ങനെയൊക്കെ എഴുതി വെക്കുന്നത്? താങ്ക് യു ലോർഡ്. അല്ലേ, ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ 8ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡയറി ഉണ്ടായിരുന്നു. ആ ഗ്ലോറി ആ ഡയറിയൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പോൾ ആ ഡയറിക്കകത്ത് ചുമ്മാ ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. അന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. അപ്പോൾ ആ ഡയറിയൊക്കെ എഴുതി വെക്കും. ഒരു ദിവസം ഇങ്ങനെ ബേറിന് വന്നതിന് ശേഷം ഏതാണ്ട് ഒരു ഡോക്യുമെൻ്റ് നോക്കുന്നു. ഒരു അറബിയുടെ അടുത്ത് സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് നോക്കുന്ന സമയത്ത് അത് കാണുന്നില്ല. അപ്പോൾ ആ പെട്ടെന്ന് ഞാൻ ഇനി ഈ ഡയറിക്കകത്ത് വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി എന്ന് ഞാൻ എഴുതി വെച്ചിരിക്കുക. ഞാൻ എഴുന്നേറ്റ് വായിച്ചു, ഇത് അതൊന്നും കാര്യമില്ല. ഞാൻ പോയി അറബിയായിട്ട് പോയി വേറെ അഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തു. ചുരുക്കി പറയട്ടെ, കോളമായി. വെറുതെ ഞാൻ എഴുതി വെച്ചതാ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടതായിരുന്നു. ഞാൻ കേട്ടില്ല. എനിക്കില്ലോ എന്ന് 14 വയസ്സുള്ളപ്പോഴത്തേക്ക് എഴുതി വെച്ചതാ. എനിക്കില്ലോ. അപ്പം നമ്മൾ എഴുതി വെക്കുന്നത് ദൈവത്തിന് ഓരോ പ്ലാനുകളുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ പ്ലാനുകളും ദൈവവചനം. അതുകൊണ്ട് നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്ന ദൈവവചനം നമ്മൾ ഒന്ന് നോക്കുക. ദൈവവചനത്തിലേക്ക് പോയി നമ്മൾ എഴുതുന്നതിലൊക്കെ ഏറ്റവും നല്ലത് ദൈവവചനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് കൺഫേം ചെയ്താൽ മതി. നമ്മുടെ കൈ അവിടെ വെച്ച് പ്രാർത്ഥിക്കുക. ദൈവവചനം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ വചനം പോലെ മറക്കരുത്. നമ്മൾ ആ ദൈവവചനം യാക്കോബ് വരച്ചതുപോലെ നമ്മൾ വരയ്ക്കുക. എന്തുകൊണ്ട്? പിന്നെ ഞാൻ ഇവിടെ നിർത്തട്ടെ. താങ്ക് യു ലോർഡ്. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഈ യാക്കോബിന് എന്ത് സംഭവിക്കുന്നു? അവിടെ വെച്ച് യാക്കോബ് ഒരു തീരുമാനമെടുത്തു. എന്ത് തീരുമാനം എടുക്കുന്നു? അവരുടേതായിട്ടുള്ള ആ വിഗ്രഹങ്ങളെയും അല്ലെങ്കിൽ അവരുടെ മുക്കുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ വിഗ്രഹങ്ങളെല്ലാം കരുവേലകത്തിൻ്റെ ചോട്ടിലിട്ട് കുഴിച്ചിട്ടു. അത് അടുത്തൊരു സ്റ്റെപ്പായിരുന്നു യാക്കോബിൻ്റെ ജീവിതത്തിൽ. കുഴിച്ചിടേണ്ടതിനെ നീ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ മേൽ വരാൻ തുടങ്ങും. അവിടെ വെച്ചാണ് യാക്കോബിന്റെ പേര് മാറ്റുന്നത് കേട്ടോ. താങ്ക് യു ലോർഡ്. ഇനി നീ ഈ യാക്കോബ് എന്നുള്ള പേരിലല്ല നീ അറിയപ്പെടുന്നത്. ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ആ പേരുണ്ടല്ലോ, അന്ന് നീ കരുവേലകത്തിലെ ചോട്ട് കുഴിച്ചിട്ടതിന്റെ ഫലമാണ്. താങ്ക് യു ലോർഡ്. കുഴിച്ചിടേണ്ടതിനെ നീ കുഴിച്ചിട്ടേ മതിയാകും. അതിനെ നീ കാര്യം ചെയ്യരുത്. താങ്ക് യു ലോർഡ്. അതിനെ കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ എന്നുണ്ടെങ്കിൽ യാക്കോബിന് വേറൊരു കാര്യം നടന്നു. താങ്ക് യു ലോർഡ്. റാഹേൽ അവിടെ വെച്ച് അങ്ങ് മരിച്ചും പോയി. താങ്ക് യു ലോർഡ്. ദൈവം ചിലതൊക്കെ ചെയ്യും, അതും നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇനി ആരും ആ വിഗ്രഹം എടുക്കരുത്. താങ്ക് യു ലോർഡ്. ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ടൊരു തീരുമാനം യാക്കോബ് അവിടെ ചെയ്തു. നിങ്ങൾ ഇനി
ഈ വിഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകരുത്. ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ ആരാധിക്കുന്നു, എൻ്റെ കൂടെ നിൽക്കുന്നുവെങ്കിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾക്ക് വിടുതൽ വേണോ? നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വേണോ? നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വേണോ? താങ്ക്യുലോ. എടുത്ത് കളയേണ്ടതിനെ എടുത്ത് കളഞ്ഞേ പറ്റൂ. അപ്പൻ്റെ വിഗ്രഹം നിങ്ങൾക്കൊക്കെ ചുമന്നുകൊണ്ട് ഇനി നടക്കാൻ പാടില്ല. അവിടെ വെച്ച് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ സന്ദർശനം യാക്കോബിനുണ്ടായി. ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, പേര് മാറ്റി. ഇന്ന് ലോകത്തിൻ്റെ നിറുകയിൽ ഒട്ടിച്ചിരിക്കുക ആ പേര്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്ന ഇന്ന് ലോകം മൊത്തം ഇന്ന് നോക്കുന്ന ഒരു പേരുണ്ട്, ഇസ്രയേല്. എങ്ങനെ ഇവർക്ക് കിട്ടി ഈ നോളജ്? എങ്ങനെ ഇവർ ഇത്രമാത്രം ഈ ചെറിയൊരു ഇട്ടാ പോലെ വട്ടമുള്ള ഈ രാജ്യം എങ്ങനെ ഈ മറ്റുള്ളതായ ലോക ശക്തികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നു? താങ്ക് യു ലോ. ദൈവം ഒന്ന് കൊടുത്തു. താങ്ക് യു ലോ. അവൻ കുഴിച്ചിട്ടതിനെ കുഴിച്ചിട്ടു. താങ്ക് യു ലോ. അവൻ ഒരു വേർപാട് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വേർപാട് നമ്മൾ എടുത്ത് ആ വേർപാടിൻ പ്രകാരം നമ്മൾ മുന്നോട്ട് വെച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ്റെ മേൽ പകർന്നു, ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ പകർന്നു. അവൻ്റെ പേര് മാറുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഇവിടെ നിർത്തട്ടെ. താങ്ക് യു ലോ. അതുകൊണ്ട് നമ്മൾ ഒന്ന് എഴുതുക, നമ്മൾ ഡിസൈൻ ചെയ്യുക. നമ്മൾ ദൈവമക്കളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട് മാറട്ടെ. നമ്മുടെ ഏത് വിഷയങ്ങളുടെ മുഖത്തും നമ്മളൊന്ന് എഴുതിയിട്ട്, ഇല്ല, എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ കാണും. താങ്ക് യു ലോ. വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതുപോലെ തന്നെ അവങ്കിലേക്ക് നോക്കിയവോ പ്രകാശിതരായി. ഇരുട്ട് നീങ്ങിപ്പോയി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇരുട്ട്, താങ്ക് യു ലോ, നാളെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ സാധിക്കുന്നില്ല എന്തായി തീരുമെന്ന്. അവിടെ ബ്ലൈൻഡായിട്ട് കിടക്കുക, അല്ലെങ്കിൽ ഡാർക്ക് കയറി കിടക്കുക. അവിടേക്ക് നമ്മൾ ഡിക്ലെയർ ചെയ്യുക, അവങ്കിലേക്ക് നോക്ക്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നു, അവിടേക്ക് ഇതാ പ്രകാശം വന്നിരിക്കുന്നു. താങ്ക് യു ലോ. ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ വചനങ്ങൾ ആദ്യം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.